നടൻ സലീം കുമാർ കഴിഞ്ഞൊരു ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ശാരീരികമായ അവശതകൾ മൂലം തളർന്നു വീഴുമ്പോൾ കൈകൊടുത്ത് താങ്ങുന്നയാളുടെ കൈ തട്ടിമാറ്റി അദ്ദേഹം നടന്നു നീങ്ങുന്നു. കുറച്ചാളുകൾ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുന്നതുമായ വീഡിയോ കാണാമായിരുന്നു. സലീം കുമാറിന് ലിവർ സംബന്ധമായ അസുഖബാധിതനാണ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാം. ഫേസ്ബുക്കിൽ വിനായകൻ കുറച്ച് വരികൾ പരോക്ഷമായി സലീം കുമാറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വിനായകന്റെ ഈ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സലീം കുമാറിന്റെ മകനും യുവനടനുമായ ചന്തു സലീം കുമാർ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറയാൻ അതിൻ്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ചവർക്കേ അറിയൂ എന്ന് ചന്തു അഭിപ്രായപ്പെട്ടു. മദ്യപിച്ച് ആരോഗ്യം നശിച്ചവർ പൊതുവേദികളിൽ വന്ന് യുവതലമുറയെ ഉപദേശിക്കുന്നത് വിരോധാഭാസമാണെന്നും മയക്കുന്നത് എന്തും മയക്കുമരുന്ന് തന്നെയാണെന്നും അത് മദ്യമായാലും പെണ്ണായാലും കഞ്ചാവായാലും എന്നും വിനായകൻ തൻ്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഒപ്പം ആളുകളുടെ തോളിൽ തൂങ്ങി പൊതുസദസ്സിൽ വന്നിരുന്നു പുതുതലമുറയെ വിമർശിക്കുന്നതും ഉപദേശിക്കുന്നതും ഇയാളാണ് എന്നും ചാവാറായാൽ വെളിയിൽ ഇറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരുന്നു ചത്തോളണം എന്നും ഇതുപോലെ പൊതുവേദികളിൽ കൊണ്ടിരുത്തരുതെന്നും വിനായകൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സിനിമ നിന്നെയും എന്നെയും മയക്കുന്നത് കൊണ്ടാണ് മക്കളെ അടക്കം സിനിമയിലേക്ക് തിരികെ കയറ്റുന്നത് എന്നും വിനായകൻ തൻ്റെ കുറിപ്പിൽ പറയുന്നു. ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചെങ്കിലും ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു. വിനായകന്റെ ഈ നിലപാടിന് സിനിമ പാരഡൈസോ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ഒരു ചർച്ചയിൽ പങ്കുവച്ചുകൊണ്ട് തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. വിനായകൻ പഴയ കാലത്ത് പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചന്തുവിൻ്റെ പ്രതികരണം ആരംഭിക്കുന്നത്. വിനായകൻ എന്നെ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞത്, സീനിയർ നടന്മാരൊക്കെ തന്നെ മാറ്റി നിർത്തിയപ്പോഴും എൻ്റെ അച്ഛൻ സലീം കുമാർ മാത്രമേ കൂടെ നിർത്തിയുള്ളൂ, അതാണ് അദ്ദേഹത്തിൻ്റെ ഗുണമെന്നും അന്ന് പറഞ്ഞു. ഇതേ പുള്ളിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചന്തു വ്യക്തമാക്കി. ലഹരിക്ക് അടിമയായ ഒരാൾക്ക് ചുറ്റുമുള്ളവരെ പോലും തിരിച്ചറിയാൻ കഴിയാതെ വരും എന്നും വിനായകനെ ഉദ്ധരിച്ചുകൊണ്ട് ചന്തു ചൂണ്ടിക്കാട്ടി. ലഹരിയുടെ യഥാർത്ഥ വേദനയും ദൂഷ്യഫലങ്ങളും അനുഭവിക്കുന്നവർക്ക് അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് തൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അതാണ് തൻ്റെ പിതാവ് ചെയ്യുന്നതെന്നും ചന്തു പറഞ്ഞു. ലഹരിക്കെതിരെ സംസാരിക്കുന്നത് കുറ്റകരമാണെന്ന് തനിക്കിതുവരെ അറിയില്ലെന്നും ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പലരും ഇവിടെയുണ്ടെന്നും ചന്തു പറഞ്ഞു. കുടുംബാംഗങ്ങളെ ആരെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചാൽ അത് നിസ്സാരമായി കരുതാനാകുമോ എന്നും ചന്തു ചോദ്യമുയർത്തി. ലഹരി 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 സമൂഹത്തിലെ സർവ്വ മേഖലകളിലും ലഹരി എന്ന വിപത്ത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയകളിലും ചർച്ചകൾ സജീവമായ ഈ വേളയിൽ ഈ വിഷയത്തിൽ നടൻ വിനായകൻ നടത്തിയ പ്രസ്താവന പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും തെന്നിമാറി നടക്കാൻ പുതുതലമുറയ്ക്ക് കഴിയട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു.